ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക് ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. വേറൊരുത്തനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടി. ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്, 1, 2, 3. എന്നെ വിഷമിപ്പിക്കാമെന്നോ ശ്രീകുട്ടനെ വിഷമിപ്പിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കത്തില്ല. സ്ത്രീയുണ്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന്, ലതിക ദേവി സരസ്വതി ശിവരമ, അത് കൊല്ലം. ഇവരെ വീടൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇവരെന്താണെന്നുള്ളതും അറിയാം. ഇനി എന്നെക്കുറിച്ച് മോശമായിട്ട് നിങ്ങൾ രണ്ടുപേരും എഴുതുകയോ പ്രതികരിക്കുകയോ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ സൈബറിൽ കൊടുക്കും. കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒക്കെ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മ്യൂസിക്കിൽ തന്നെ എത്ര പേർക്ക് കുഞ്ഞുങ്ങളില്ല? അവരുടെ അടുത്തൊന്നും ഈ ഒരു ചോദ്യം ആരും ചോദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. MG ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഭർത്താവ് എങ്ങനെയാണ് ചേച്ചി? എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്ത ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ശ്രീകുട്ടനെ കണ്ടുമുട്ടിയത്. ഞാൻ ശരിക്കും കരയുമായിരുന്നു വീണ, ശരിക്കും ഞാൻ കരയുമായിരുന്നു. സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഞാൻ കണ്ടു. MG ശ്രീകുമാർ എന്ന് പറയുന്ന ആളെ കുറിച്ചുള്ള ഏറ്റവും നല്ല മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ചേച്ചി പറയുക? എന്നെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്തത് ഡേ. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ടൂ മച്ച് പ്രശ്നങ്ങളാണ്. അടുപ്പിച്ച് 4 months അടുപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് വിട്ടു. കേരളത്തിൽ നിന്ന് വിട്ടു, ഇന്ത്യയിൽ നിന്ന് പോയി. അദ്ദേഹത്തിന് ഒരു സെറ്റിൽമെന്റ് ആവട്ടെ, മാരേജോ എന്തെങ്കിലും വെച്ചു. അപ്പോഴും ഓരോ പ്രാവശ്യവും ഫോൺ ചെയ്യലായിരുന്നു. നീ എത്ര മാസവും എന്നിൽ നിന്ന് മാറി നിന്നാലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ചിത്രം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലമാണല്ലോ നിങ്ങൾ കാണുന്നത്. 1988 അന്നാണ് MG ശ്രീകുമാർ എന്നൊരു ഗായകൻ തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നടന്നു പോകുന്നു, കല്യാണം കഴിച്ചതാണോ അല്ലയോ ഒന്നും അറിയില്ലല്ലോ. കാസറ്റ് വന്നു, ഒരാൾ കാസറ്റ് ഇതിപ്പം ഞാൻ പാടിയ പാട്ടിൻ്റെയാണ്. പിറ്റേ ദിവസവും പുള്ളിയും വന്നു, ഞാനും പോയി. വന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. സൗഹൃദം എവിടേക്കോ പോയി അവസാനിച്ചു. ഇതെപ്പോഴാ ചേച്ചിക്ക് മനസ്സിലാവുന്ന ഇതിന്റെ ഡയറക്ഷൻ വേറെ ആയിരുന്നു? അപ്പൊ തന്നെ മനസ്സിലായി. നിങ്ങൾ കുറച്ചുകൂടെ സ്മാർട്ട് അല്ലേ വീടാ. ചേച്ചിക്ക് മോളുണ്ട്. കൊച്ചിനെ എവിടെയും കളഞ്ഞിട്ടല്ല ഞാൻ നടന്നത്. അവളെ നല്ലൊരു എഡ്യൂക്കേഷനും നല്ല ജീവിതവും കൊടുത്തതിന് ശേഷം മാത്രമാണ് എൻ്റെ ലൈഫ് നോക്കിയത്. ഹലോ എവ്രിവൺ. അപ്പം ഞാൻ ഇന്ന് ഇരിക്കുന്ന ആ ഒരു കെട്ടുമെട്ടമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, സ്ഥിരം പരിചയമുള്ള സ്ഥലങ്ങളിലല്ല ഇരിക്കുന്നത്. കൊച്ചി കായലിൻ്റെ നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ ബോട്ടിൽ കയറി എവിടെ പോവാന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചേ? നമ്മളിന്നൊരു എക്സ്ക്ലൂസീവ് ലൊക്കേഷനിലേക്ക് പോവാണ്. ലേഖ ചേച്ചിയുടെയും MG ശ്രീകുമാർ ചേട്ടൻ്റെയും ഒരു പ്രൈവറ്റ് റിസോർട്ട് കാണാൻ പോവാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ചില കഥകളും ചില ആളുകളും ഒക്കെ നമുക്ക് എല്ലാ കാലത്തും എവർഗ്രീൻ ആയിരിക്കും എന്ന് പറയില്ലേ? എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതി വരാത്ത കുറെ കഥകളുള്ള ചില ആളുകൾ. അത്തരത്തിലുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ലേഖ MG ശ്രീകുമാർ. വെൽക്കം ചേച്ചി. താങ്ക് യു. ഒരു 5 വർഷം മുൻപ് ചേച്ചിയെ കണ്ടത്. അന്ന് ചേച്ചി പറഞ്ഞ കഥകള് ഇന്നും എവർഗ്രീൻ. ഇന്നും ആളുകൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്, MG ശ്രീകുമാറുമായി ലേഖ ഒളിച്ചോടിയത് എന്തിന് എന്ന് കൊടുത്താ ഇന്നും ആളുകൾ കയറി കാണും. ചോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ശരിയാണ്. അങ്ങനെ ഇറങ്ങി ഓടി അല്ലെങ്കിൽ തേച്ചിട്ട് പോയി, ഈ വാക്കുകളാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. കാരണം ഞങ്ങളൊരു തീരെ ചെറുപ്പത്തിലല്ല അദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഒളിച്ചോടി പോകേണ്ട ഒരു ആവശ്യമില്ല. രണ്ട് സൈഡിൽ നിന്നും വെൽ സെറ്റിൽഡ് ആയിരുന്നു. അതുകൊണ്ട് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല മാരേജ്. ഇത് പ്യുവർ ലവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോൾ പ്യുവർ വേറൊരുത്തനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടി എന്നൊക്കെ പറയും. ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്, 1, 2, 3 അല്ലേ? എത്ര കല്യാണം. നമുക്ക് മാത്രം എന്താണെന്നുള്ള ഒരു പ്രത്യേകത ഇനിയും മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും എവർഗ്രീനാ. ഈ കഥ കേൾക്കാൻ എന്നും ആളുണ്ട്.
അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചേച്ചി എപ്പോഴെങ്കിലും ശ്രീകുട്ടച്ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ വനിതയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇനി ആരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? സത്യം. ഇനി ആരെയാണ്? നമ്മളൊക്കെ ഈ ദൈവത്തെ ഒഴിച്ച് അല്ലാതെ ഈ ഈശ്വരൻ എന്നൊരു വ്യക്തി, അങ്ങനെ ഒരു ഭഗവാനെ ഞാൻ പൂജിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരാളുണ്ടല്ലോ, ഇല്ലാത്തവരും കാണുമായിരിക്കും, പക്ഷെ അദ്ദേഹത്തെ ഒഴിച്ച് അല്ലാതെ ഇനി ആരാണ് ഞാൻ ഭയപ്പെടേണ്ടത്? നമുക്ക് ഇത്രയും പ്രായമായി, മുതുക്കളവിയായിട്ടില്ല, അതും പറയും. ഓക്കെ ഫൈൻ, നമുക്ക് ഇത്ര പ്രായമായി, എൻ്റെ മകള് കല്യാണം കഴിച്ചു, അദ്ദേഹം പിന്നെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന കണ്ണൂരിൽ നിന്നാണ്, എല്ലാം അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം വെൽ സെറ്റിൽഡ് ആണ്. ഇനി നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ പാട്ട്, പുതിയ സിനിമ ഇറങ്ങുന്നു, പുതിയ വർക്കിൽ ഇൻവോൾവ് ആകുന്നു, നമ്മളെ ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷെ ജനങ്ങൾ, ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ്. ഇനിയും കമന്റ് എഴുതിക്കോളൂ. എന്നെ വിഷമിപ്പിക്കാമെന്നോ ശ്രീകുട്ടനെ വിഷമിപ്പിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കത്തില്ല. 45 വർഷം കംപ്ലീറ്റ്, അല്ല 45 ആയില്ല, അത്രയും വർഷമായി. ഇനി നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുമോ? ഒരു കാലം വരല്ലേ ഒരാളെ പേടിപ്പിക്കാൻ പറ്റുള്ളൂ. ഉള്ള കാലം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാന് ചേച്ചി ഒത്തിരി മാറിയ പോലെ ഫീൽ ചെയ്യുന്നു. കാരണം 5 വർഷം മുൻപ് കാണുന്ന ചേച്ചി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇങ്ങനെ ഉൾവലിഞ്ഞ് സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് സംസാരിക്കും. ഇല്ല, കാരണം നമ്മൾ ഓരോ വർഷം കഴിയും തോറും വ്യത്യാസം വരുമല്ലോ, ഓരോ ജീവിതത്തിൽ ഓരോ വ്യത്യാസം വരും. 2025 മുതൽ ഞാൻ പ്രതികരിക്കും. ഡെഫിനറ്റ്ലി. ഞങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു സ്ത്രീ അവര് മദ്രാസിൽ നിന്നാണ്. അവർക്ക് ഞാൻ എഗൻസ്റ്റ് കേസ് കൊടുത്തു. അവർ അപ്പോളജി ചെയ്തു. ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. 2ാമത്തെ എപ്പിസോഡ്, പിന്നെ മൂന്നാമത്തെ ആയപ്പോൾ നമ്മൾ സൈബറിൽ കേസ് കൊടുത്തു. ഇനി ആരും എന്നെക്കുറിച്ച് മോശമായിട്ട് ആര് പ്രതികരിച്ചാലും ഞാനത് ചെയ്യും. 40 വർഷത്തിലധികമുള്ള വിവാഹ ജീവിതം ചേച്ചി എന്ത് പഠിപ്പിച്ചു? ജീവിക്കാൻ പഠിപ്പിച്ചു. സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഞാൻ കണ്ടു. നമ്മളെ ഒരുപാട് എന്താ ലൈഫില് കുറെ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു, കുറെ സ്ഥലങ്ങൾ കണ്ടു, കുറെ ആസ്വദിച്ചു, ജീവിതം ആസ്വദിച്ചു. അതാണ് ഈ 40 വർഷവും എൻ്റെ മുമ്പിലുള്ളത്. MJ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഭർത്താവ് എങ്ങനെയാണ് ചേച്ചി? അയ്യോ, 100% പെർഫെക്റ്റ്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇല്ലെങ്കിൽ ഞാനിപ്പോ വീണ്ടും എടുത്ത് പറഞ്ഞു. അദ്ദേഹം എല്ലാം കണ്ടു. ഞാൻ എന്താ ആഗ്രഹിച്ചോ അതിനപ്പുറമാണ് ശ്രീകുട്ടൻ. അതിനപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന. കാരണം ഞാൻ ശ്രീകുട്ടനെ പറഞ്ഞു, ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്, അതെൻ്റെ ലൈഫിൽ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കാനാണ്. അപ്പോൾ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ ഒരു 3 years ബാക്ക് നമ്മളെ യു എസിൽ നമ്മൾ ന്യൂയോർക്കിൽ ഇങ്ങനെ നടക്കുകയാണ്. ന്യൂയോർക്കിൽ നടന്നപ്പോൾ പെട്ടെന്ന് ആ സ്റ്റോറിൽ കയറിപ്പോയിട്ട് എനിക്ക് ആ സാധനം വാങ്ങിച്ചു തന്നു. അത് ഞാൻ പറയില്ല. അപ്പൊ ചേച്ചി ശരിക്കും ഭയങ്കര വണ്ടർ അടിച്ചു പോയില്ലേ? കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്നിട്ട് ഞാൻ അകത്ത് പോയിട്ട് ഞാൻ ഇതെന്തിനാ ഞാൻ ഇവിടെ വരുന്നത് ചോദിച്ചു. ഇതൊക്കെ കണ്ടു, ഇതിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അത് വാങ്ങിക്കാൻ പറ്റുന്ന ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ ഏറ്റവും ഒരുവിധം നല്ലൊരു സാധനം കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, പുള്ളിയുടെ തുറന്ന് ഇതൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും കരയുമായിരുന്നു വീണ, ശരിക്കും ഞാൻ കരയുമായിരുന്നു. എൻ്റെ ലൈഫിൽ ആ ഒരു കൊച്ചു എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്ത ഒരു വ്യക്തിയാണ്. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ഓർത്തിരുന്ന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തില് അത് വാങ്ങിച്ചു തരിക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഒരു നിമിഷമായിരുന്നു അത്. ചേച്ചിക്ക് MJ ശ്രീകുമാർ എന്ന് പറയുന്ന ആളെ കുറിച്ചുള്ള ഏറ്റവും നല്ല മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ചേച്ചി പറയുക? എന്നെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്തത് ഡേ ആണോ? എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ പറഞ്ഞു, വേണ്ട, ഇത് ടു മച്ച് പ്രശ്നങ്ങളാണ്, ഞാൻ തിരിച്ച്
എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ US ഞാൻ തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഓൾമോസ്റ്റ് 3-3.5 മാസം തോന്നുന്നു, അത് സംതിങ് ലൈക്ക് ദാറ്റ്, അടുപ്പിച്ച് 4 months അടുപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് വിട്ടു. കേരളത്തിൽ നിന്ന് വിട്ടു, ഇന്ത്യയിൽ നിന്ന് പോയി. എന്തെങ്കിലും അദ്ദേഹത്തിനൊരു സെറ്റിൽമെൻ്റ് ആവട്ടെ, മാരേജോ എന്തെങ്കിലും വെച്ചു. പക്ഷെ അപ്പോഴും ഓരോ പ്രാവശ്യവും എനിക്ക് ടെക്സ്റ്റിങ്ങില്ല, അന്ന് ഫോൺ ചെയ്യലായിരുന്നു. പറഞ്ഞു നീ എത്ര മാസവും എന്നിൽ നിന്ന് മാറി നിന്നാലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. എന്റെ ദൈവമേ, ചേച്ചി ഇതിങ്ങനെ ചേച്ചി എന്ന് പറയുമ്പോഴേ എനിക്കൊരു സിനിമ കാണുന്ന പോലെ തോന്നുന്നു. ആണ് നമ്മുടെ ലൈഫിലെ സിനിമ. അതെ അതെ, വളരെ പേഴ്സണൽ ആണെങ്കിൽ വിട്ട് കളഞ്ഞേക്കും. കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒക്കെ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇനി പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ വേണ്ടാന്ന് നിശ്ചയിച്ചു. ഈ നമ്മുടെ മ്യൂസിക്കിൽ തന്നെ എത്ര പേർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് പറയുന്നില്ല, എത്ര പേർക്ക് കുഞ്ഞുങ്ങളില്ല. അവരുടെ അടുത്തൊന്നും ഈ ഒരു ചോദ്യം ആരും ചോദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പഴയ ആൾക്കാർക്കും കുട്ടികളില്ല. ഉണ്ടായ കുട്ടികൾ തന്നെ എന്തോ അവരെക്കുറിച്ചൊന്നും അധികം അറിയുന്നില്ല. അപ്പം കുട്ടി വേണമെന്നൊന്നും നമ്മൾ രണ്ടുപേരും നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഉണ്ടാവാത്തതുമല്ല, ഞാൻ പ്രസവിച്ച ആളാണെന്നുകൊണ്ട് പിന്നെ ആ പ്രസവിക്കാത്ത സ്ത്രീ എന്ന് മുദ്ര കുത്താനും പറ്റൂല. വേണ്ട എന്ന് നിശ്ചയിച്ചതാണ്. ഇതിന് ശേഷം കുട്ടി വേണ്ട എന്ന് നിശ്ചയിച്ചു. ഇതിന്റെ ഇടയിൽ ഞാനും ശ്രീകുട്ടും പരസ്പരം മക്കളാണ്. അത് സത്യമാണ്. ഈ ചോദ്യം ആളുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുമ്പോ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടോ? ഇല്ല. എന്തിനാ ഇറിറ്റേഷൻ? നമ്മുടെ ഉള്ളത് പറയാൻ എന്തിനാ ഇറിറ്റേഷൻ വരുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഇറിറ്റേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, അയ്യോ അദ്ദേഹത്തിന് ഉണ്ടാവാത്ത അല്ലെങ്കിൽ എനിക്കുണ്ടാവാത്ത എന്തെങ്കിലും ഒരു പ്രോബ്ലം, നമുക്ക് ഇറിറ്റേഷൻ. ഇതാണ് സത്യം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ പറയുന്ന കള്ളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയും തള്ളിക്കളയാം. ഇത്രയും ജോളി ആയിട്ടുള്ള ഒരു ലേഖചേച്ചിയെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കാരണം ഒരു കാലത്ത് വളരെ ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരാള് ഇപ്പൊ ഇത്രയും സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ 2025 ശേഷം ഭയങ്കരമായി മാറിയിരിക്കുന്നു. അതെ, കമന്റ്സ് അങ്ങനെ നോക്കാറില്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം അവരൊക്കെ എനിക്കിങ്ങനെ അയക്കും. ഈ ഒരു സ്ത്രീ ഉണ്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന്, ലതിക ദേവി സരസ്വതി. അതിൻ്റെ പേര് കേട്ടാൽ വലിയ പേര്, പക്ഷെ വളരെ മോശമായിട്ടുള്ളൊരു കമൻ്റാണ് എനിക്ക് എപ്പോഴും ഇടാറുള്ളത്. പിന്നെ ശിവരമ, അത് കൊല്ലം. ഈ 2 വ്യക്തികളോടും പറയുകയാണ്, ദയവായി എന്നെയോ എൻ്റെ ഭർത്താവിൻ്റെയോ ഭാഗത്ത് ഫോട്ടോസ് കാണുകയോ ഫേസ്ബുക്കിൽ നല്ലതും പറയണ്ട ചീത്തയും പറയണ്ട. ഇനി എന്നെക്കുറിച്ച് മോശമായിട്ട് നിങ്ങൾ 2 പേരും എഴുതുകയോ പ്രതികരിക്കുകയോ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകുന്നതാണ്. എനിക്കിനി കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സൈബറിൽ കൊടുക്കും. ഇവരെ വീടൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഈ ട്രിവാൻഡ്രം അല്ലേ നമ്മുടെ, ഞങ്ങളൊക്കെ അവിടെ നിന്ന് കളിച്ചു വളർന്നവരല്ലേ, കണ്ടു. ഇവരെന്താണെന്നുള്ളതും അറിയാം. ഇവരെന്താണെന്നുള്ള ആ ചുറ്റുപാടും ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു ഇവരെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് കൊല്ലത്തും 2 പേരെയും വീട്ടില് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് ചീത്ത പറയുക. ഞാൻ ആ 2 സ്ത്രീകളോടും വ്യക്തിപരമായിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ മോശമായിട്ട് ഒരിക്കൽ പോലും ബിഹേവ് ചെയ്തിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ചെറുപ്പകാലത്ത് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് മേക്കിട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ലീഗലായിട്ട് ഞാൻ എന്തായാലും എന്നെക്കുറിച്ച് മോശമായിട്ട് എഴുതിയാൽ ഞാൻ പറയുന്നതായിരിക്കും. ചേച്ചിക്ക് ശ്രീമാരേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? എല്ലാരും ചോദിക്കും. എനിക്കറിയാം, അതൊരു ക്ലീഷേ ചോദ്യമാണ്. ഈ ഓരോ പാട്ടെടുത്ത് നോക്കിയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കഥകൾ പറയാനുണ്ടാവൂല്ലേ? പാട്ടുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. ഈ ചിത്രം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലമാണല്ലോ നിങ്ങൾ കാണുന്നത്. 1988 ഞാൻ ശ്രീകുട്ടനെ ആദ്യമായിട്ട് ഈ ചിത്രം എന്ന് പറഞ്ഞ ഇത് കൂടെ അന്നാണ് MG ശ്രീകുമാർ എന്നൊരു ഗായകൻ തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അങ്ങനെ അതിൽ നിന്ന് പോയി പിന്നെ ദശരഥം, വന്ദനം, അങ്ങനെ തുടങ്ങിയ കുറേ കിരീടം. ഞാൻ ഈ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ കഥ ഇങ്ങനെ കേട്ടിരുന്നു. അതായത് ഇങ്ങനെ റോട്ടിലൂടെ ചേച്ചി നടന്നു പോകുമ്പോ കാറിൽ വന്ന് നിർത്തി കാസറ്റ് തന്ന കഥ.
ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഇവർ ഭയങ്കര നാടകീയമായിട്ട് ഇത് പറയുവാണോ, സത്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതായത് അന്നേ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡത്തിലൊക്കെ നിൽക്കുന്ന ഒരാള് ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന ഒരു അന്ന് സെലിബ്രിറ്റി അല്ലല്ലോ, എന്നാലും ഒരു പാട്ടൊക്കെ പാടി ആളുകളൊക്കെ അറിയുന്ന ഒരാളാണല്ലോ. ഇല്ല, ട്രിവാൻഡ്രം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അന്ന് അറിയാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഒന്ന് ഇക്കാലം പോലെയല്ലല്ലോ. അക്കാലത്തൊന്ന് പാടിയെന്ന് പറഞ്ഞാൽ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇത് പിന്നെ TV ഇല്ല, മാധ്യമങ്ങളൊക്കെ വളരെ കുറവായിരുന്നല്ലോ. ശ്രീകുട്ടൻ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ഒരു വലിയതായിട്ട് അങ്ങ് വന്നിട്ടില്ലല്ലോ. എങ്കിലും NG ശ്രീകുമാർ ട്രിവാൻഡ്രത്തുള്ള ഒരാള് എന്ന വിധത്തിൽ അറിയാം. അറ്റ്ലീസ്റ്റ് ആ ഒരു സിറ്റിയിലുള്ള ഒരു സെലിബ്രിറ്റി ആണല്ലോ. അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് കാസറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മുടെ ആവശ്യമുണ്ടോ എന്ന് ആ വ്യക്തിയല്ലേ തീരുമാനിക്കേണ്ടത്. അതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോലെ ഇതൊക്കെ സത്യമായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യമാണ്. ഒരു കാസറ്റ് ഇത് അന്നത്തെ ഒരു ദിവസമല്ല, 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ കാണുന്നത്. നമുക്കൊരു നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ, ശ്രീകുട്ടനൊരു ഇഷ്ടം തോന്നും. അങ്ങനെ ഞാൻ നടന്നു പോകുന്നു. അത് കല്യാണം കഴിച്ചതാണോ അല്ലയോ ഒന്നും അറിയില്ലല്ലോ, ഒന്നുമല്ല. നിർത്തി കാസറ്റ് വന്നു. ഒരാൾ കാസറ്റ് ഇതിപ്പം ഞാൻ പാടിയ പാട്ടിൻ്റെയാണ്, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് വെച്ച് കേട്ടു. പിറ്റേ ദിവസവും പർപ്പസ്ലി പുള്ളിയും വന്നു, ഞാനും പോയി വന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. സൗഹൃദം എവിടേക്കോ പോയി അവസാനിച്ചു. ഇതെപ്പോഴാ ചേച്ചിക്ക് മനസ്സിലാവുന്ന ഇതിന്റെ ഡയറക്ഷൻ വേറെ ആയിരുന്നു അപ്പൊ തന്നെ മനസ്സിലായി. ആണോ? പെണ്ണുങ്ങൾ കുറച്ചുകൂടെ സ്മാർട്ട് അല്ലേ വീടാ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പക്ഷെ അന്ന് നമുക്കൊരു നമുക്ക് സംസാരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഒരാള് അങ്ങനെ ഉണ്ടാകുന്നത് വലിയൊരു ഭാഗ്യമല്ലേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ശ്രീകുട്ടനെ കണ്ടുമുട്ടിയത്. അത് വിറ്റ്നസ് ചെയ്ത ഒരാളെന്ന് പറയുന്നത് ലേഖ ചേച്ചിയുടെ ചേച്ചിയാണല്ലോ. ശരിക്കും വിറ്റ്നസ് ചെയ്തെന്ന് പറഞ്ഞ സുജാതയാണ് കേട്ടോ. പാടുന്ന സുജാതയാണ് ശരിക്കും ആദ്യം നമ്മുടെ ഇത് മനസ്സിലാക്കുന്നത്. സുജുവിന്റെ ഇനി എന്തെങ്കിലും സുജുവിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോ ചോദിച്ചാൽ മതി. ഞങ്ങള് തരങ്കണിയില് ഒരു പാട്ട് റെക്കോർഡിങ്ങിന് പോയിരുന്നു. അന്ന് ശരിക്കും ഞാൻ ഇൻവൈറ്റഡ് ആയിരുന്നു. ഞാൻ പോയത് പിന്നെ ചേട്ടൻ്റെ വൈഫുമായിട്ടാണ് പോയത്, പത്മചേച്ചിയുമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ സുജു ഉണ്ടായിരുന്നു, അന്ന് രാധിക ഉണ്ടായിരുന്നു, സുരേഷ് ഗോപിയുടെ. അതൊക്കെ അവർ കുട്ടികളാണ്, അവരത് കോറസ് എന്തോ പാടാൻ വന്നതാണ്. ഓർമ്മകളിലാണ് കേട്ടോ. അന്ന് അവിടെ വന്നു. അപ്പോൾ ശ്രീകുട്ടൻ അവിടെ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യാനും അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഞാൻ വന്നുകൊണ്ടേ സുജു ചിരിച്ചോണ്ട് ഇതെന്താ ശ്രീകുട്ടൻ എന്നൊരു പ്രത്യേക ഒരു മാറ്റം. പിന്നെ സുജു എൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ നിങ്ങൾക്ക് തമ്മിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഇപ്പോഴും പറയും. അപ്പൊ ഈ ചേച്ചിക്ക് ഇത് എപ്പോഴാ മനസ്സിലായത്? ചേച്ചിക്ക് ഇത് കത്തിയോ എപ്പോഴെങ്കിലും ഒക്കെ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ചേച്ചിക്ക് മനസ്സിലാക്കാമല്ലോ നമ്മള് അതാണ്. പക്ഷെ അതൊക്കെ നോ എന്ന് പറയുമായിരുന്നു. കാരണം നമുക്ക് ഒരു കമ്മിറ്റഡ് ആണല്ലോ, കുഞ്ഞുണ്ട്, ഫാമിലി ഉണ്ടല്ലോ, കമ്മിറ്റഡ് ആണല്ലോ. പിന്നെ രണ്ടുപേർക്കും എനിക്കും അനുസരണയില്ല, ശ്രീകുട്ടനും അനുസരണയില്ലായിരുന്നു. അത് ആ വഴിക്ക് അതാണ്. ഇത് പറയുന്നതിനേക്കാളും എൻ്റെ ലൈഫിൽ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കുറേ ടേണിങ്സ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇതെന്നോ നടക്കേണ്ട കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അന്ന് തെറ്റാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് അവരെ ഭാര്യമാരേ ഇല്ല. അവരെ ഭാര്യമാർ ഓരോ വഴിക്ക് പോയി. അവർക്ക് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ചിരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെ ഭാര്യമാർ അവരെ കളഞ്ഞു പോയി, മക്കള് പല വഴിക്കും പോയി. ഇപ്പൊ തനിയെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ കാണിച്ചതാണ് ഏറ്റവും കറക്റ്റ്, നിങ്ങളുടെ ഹാപ്പിനെസ് ആണ്. ആർക്കും അവരവർക്ക് ഇപ്പൊ ആരുമില്ല, സ്വന്തമായിട്ട് വീട്ടിൽ തനിച്ചു കൂടി ഇരിപ്പുണ്ട് കുറെ ആൾക്കാർ. പിന്നെ മക്കള് പല വഴിയിൽ പോയി. പിന്നെ ഡൈവോഴ്സിന്റെ സമയമാണല്ലോ ഇപ്പൊ. സത്യം, എവിടെ പോയാലും ഡൈവോഴ്സ്. ചേച്ചി എപ്പോഴും ഏത് നേരവും എന്തിനാണ് ഈ ഭർത്താവിന്റെ കൂടെ നടക്കുന്നത്, പുള്ളിക്ക് കുറച്ച് ശ്വാസം കൊടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചേച്ചി കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൂടെ നടക്കാതെ
അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ വീണയുടെ ഭർത്താവിന്റെ കൂടെ നടക്കാൻ പറ്റുമോ എനിക്ക് പറ്റില്ല. സമ്മതിക്കോ? ഇല്ലില്ല, ഒരിക്കലില്ല. ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൂടെ കഴിയട്ടെ. അതിനാണ് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അത് പുള്ളിക്കാണെങ്കിൽ മസ്റ്റ് താനും. പിന്നെ അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നത് ഞാൻ ശ്വാസം കൊടുക്കുന്നില്ലേ. ഈ പുറത്ത് എല്ലായിടത്തും ശ്വാസം ഓക്സിജൻ ഉണ്ടല്ലോ. ഇതെന്ത് വിഡ്ഢിത്തനമാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഇപ്പൊ എവിടെ പോയാലും ഫസ്റ്റ് ഒരു ഫ്രൈ ചെയ്യുമ്പോ പറയും എനിക്ക് എൻ്റെ വൈഫിനും ടിക്കറ്റ്. ഞാൻ ഈ ചില സമയത്ത് പറയും ശ്രീകുട ഞാൻ ഇവിടെ ഇരുന്നോളാം ശ്രീകുട ഈ തലശ്ശേരി കണ്ണൂരൊക്കെ പ്രോഗ്രാമിന് ഞാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയും. അതേ ഉള്ളൂ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. പിന്നെ എന്താ വരില്ല എന്നൊരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഈ മൂകാംബികയിൽ പോയി കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുമ്പോഴും അവിടെയും ഒരു കഥകളുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് IV ശശി സാറിനെയും വൈഫിനെയും ഒക്കെ കണ്ടത്. അതെങ്ങനെയായിരുന്നു ചേച്ചി? അല്ല, കല്യാണം കഴിക്കാൻ നമ്മളെ പിന്നെ ഈ മാലയും ആരും അറിയാതെ ഞങ്ങൾ പോയതാണ്. ഒറ്റ കുഞ്ഞുങ്ങളെ അറിയാതെ ഓടിയതാണ്. അവിടെ പോയിട്ട് അവര് താലിയും ഇതും ഒക്കെ അവിടത്തെ ചടങ്ങ് വേറെയാണല്ലോ. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കുങ്കുമം തൊടിപ്പിച്ച് അത് എടുത്ത് ഇങ്ങനെ എടുത്ത് അപ്പൊ ഈ മാല ഇടുമ്പോ ഇങ്ങനെ അറിയാതെ ശ്രീകുട്ടൻ നോക്കിയപ്പം സീമ ചേച്ചി ബാക്കില് തൊട്ട് ബാക്കില്. എന്നിട്ട് ഞങ്ങള് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മാലയിട്ടു താലി കെട്ടി ഒക്കെ കഴിഞ്ഞിട്ട് സീമ ചേച്ചി പറഞ്ഞു അപ്പൊ ഇന്നായിരുന്നോ നിങ്ങളുടെ മാരേജ്? അവന് അല്ല, അത് വെറുതെ നീ ചുമ്മാ ഇരിക്കേ ശ്രീകുട്ട, ഞാനും ഉണ്ടായിരുന്നു. സദ്യ എവിടെയാണ്? പക്ഷെ സദ്യക്കൊന്നുമില്ല. അതിനുമ്പോ നമ്മള് അവിടെ പോയി രജിസ്റ്റർ ചെയ്തു. തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് രജിസ്റ്റർ ചെയ്തു. അല്ല, ഇതൊക്കെ ശ്രീമറിയുടെ പറയുന്നത് കേൾക്കാനായിട്ട് ഭയങ്കര കോമഡിയാണ്. അതെ, ശ്രീകുട്ടൻ പറയുമ്പോ അതിന്റെ ഭയങ്കര കോമഡി. അതായത് ആ ഒരു ഇന്റർവ്യൂല് ഞാൻ കേൾക്കാം. അതായത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ IV ശശി സാറ്, അല്ല നീ എന്താ ഇവിടെ? അല്ല ഒരു കല്യാണം. അതെ, സത്യം. ശ്രീകുട്ടൻ പറയുമ്പോ അത് ഭയങ്കര രസമായിട്ട് പറയും. ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല. മകളുടെ വിവാഹം കഴിഞ്ഞപ്പോ ഒരു അമ്മ എന്നുള്ള നിലയിൽ ചേച്ചി കൊടുത്ത ഒരു ഉപദേശം എന്തായിരുന്നു? ഒന്നും ചെയ്തില്ല. അതെന്താ? ഉപദേശിക്കാനൊന്നുമില്ല. അവരവരുടെ ഉപദേശമൊക്കെ വളരെ വേസ്റ്റ് ആണ്. അവർക്കറിയാം, ഇനിയുള്ള കുട്ടികൾക്ക് അറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. നമ്മൾ പറയുന്ന പോലെ അല്ല, അമ്മ പറയുന്ന പോലെയാണോ വീണ കേട്ടിട്ടുള്ളത്? അല്ല, എൻ്റെ അമ്മ പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടില്ല. അതിന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഈ ഒരു അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള പേരക്കുട്ടി ചേച്ചിയായിട്ട് വളരെ അടുപ്പമുണ്ടോ? പിന്നെ ഉണ്ട്. നല്ല നല്ല മോനാണ്, വിളിക്കാറുണ്ട്. അവൻ ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കുന്നത്. നല്ലതായിട്ട് മലയാളം ഞാൻ ഇവിടെ നിന്ന് മലയാളം പഠിപ്പിക്കാൻ നോക്കും, നടക്കില്ല. പക്ഷെ അവന് നല്ല എരിവുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ആൻഡ് എവറിത്തിങ് ടിപ്പിക്കൽ മലയാളി ഫുഡ് ഇഷ്ടമാണ്. ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്? അങ്ങനെ ഉണ്ടാക്കും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുക്കിങ്ങും അവിടെ ഒരു രസമാണ്. നല്ലൊരു മരുമകനാണ് എനിക്ക് കിട്ടിയത്, കണ്ണൂരിൽ നിന്നാണ്. വളരെ അങ്ങനെ ഹാപ്പി. ഭഗവാനെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും. അതെ, നമ്മള് കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ചേച്ചിക്ക് മോളുണ്ട്. അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഈ ബഹളത്തിന്റെയും വഴക്കുകളുടെ ഒക്കെ ഇടയിൽ മകൾക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാൻ സാധിച്ചില്ല, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തന്നെ ആവശ്യിച്ചില്ല. ഞാൻ അവളെ നല്ല രീതിയിൽ വളർത്തി. ഐ ആം സോ ഹാപ്പി. ഞാൻ അവൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തു. അവൾക്ക് നല്ലൊരു അമ്മയായിരുന്നു. അവളെ ഓസ്ട്രേലിയയിൽ പഠിപ്പിച്ചു, US പഠിപ്പിച്ചു, US കല്യാണം കഴിപ്പിച്ചു. ഞാൻ അവളെ നല്ല രീതിയിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അതുകൊണ്ടാണ് മോള് എന്നോട് ഇപ്പോഴും ആ സ്നേഹവും. അല്ലാതെ കൊച്ചിനെ എവിടെയും കളഞ്ഞിട്ടല്ല ഞാൻ നടന്നത്. അവളെ നല്ലൊരു എഡ്യൂക്കേഷനും നല്ല ജീവിതവും കൊടുത്തതിന് ശേഷം മാത്രമാണ് എൻ്റെ ലൈഫ്. കണ്ടാൽ ആരും വിശ്വസിക്കില്ലെങ്കിലും ഒരു ഗ്രാൻഡ് മദറും കൂടെയാണ്. പിന്നെ ഞാൻ ഒളിച്ചു പോയി എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ കണ്ടില്ലേ, ഒരു ചൈനീസ് കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ഇത് MG ശ്രീകുമാറിന്റെയും ലേഖ ശ്രീകുമാറിന്റെയും കുട്ടിയാണ്, അമേരിക്കയിൽ അവർ ഒളിച്ച് ആ കുട്ടിയെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ മാഗസീനിൽ വന്നല്ലോ. അതൊരു ചൈനീസ് കുട്ടി. ചൈനീസിനെ മോശമായിട്ടല്ല പറയുന്നത്, എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇന്ത്യൻ കുട്ടി എടുത്താ പോരെ. ശ്രീകുണം കുറെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ പ്രതികരിച്ച് എഴുതിയിട്ടുണ്ട്. അത് ശരി, എഴുതിയല്ലോ. ഒരു നമ്മളെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ഒരു സാധനത്തിന്റെ ഒരു പ്രതികരണം നടത്തുക എന്ന് പറയുന്നത് ക്ഷമ നശിച്ച. പക്ഷെ
പുള്ളി വളരെ വളരെ ജോവിയലായിട്ടാണ് അത് പറഞ്ഞത്. എനിക്കത് കണ്ടിട്ട് നമ്മൾ കുറേ ചിരിച്ചു. ആ കൊച്ചിനെ അടുത്ത് നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ അത് എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നു. പണിയെടുത്തോ? അത്രയും അവര് പണിയെടുത്ത് അത് ചെയ്തു. ഇതൊക്കെ കാണുമ്പോ ഒരു കാലത്ത് ചേച്ചിക്ക് വിഷമമൊക്കെ തോന്നിയിരുന്നെങ്കിലും ഇപ്പോഴും ചേച്ചിയൊക്കെ ഇങ്ങനെ ലൈം ലൈറ്റിലാണ് എന്ന് കേൾക്കുമ്പോ ഒരു ചിരിയോ എന്താ വരുന്നത് മനസ്സിൽ കൂടെ? നമ്മള് ഹാപ്പിയാണ് കേട്ടോ. നമ്മള് ഇനിയും കല്ലെറിയൂ, ശരീരത്തിൽ ഏൽക്കില്ല, നമുക്കൊന്നും ഏൽക്കില്ല. എനിക്കും സേക്കൊണ്ടൊന്നും ഏൽക്കില്ല. നിങ്ങൾ കല്ലെറിഞ്ഞ ഒരു സൈഡിൽ കൂടെ കല്ല് ആ വശത്തോട്ട് പോകും. ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളെ ഹാപ്പി, അതാണ് ചിന്തിക്കേണ്ടത്. എഴുതുന്ന ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങളാണ് അൺഹാപ്പി ആവുന്നത്. നിങ്ങളുടെ മനസ്സിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ എഴുതുന്നത്. അല്ലെ നമുക്ക് എന്ത് കേൾക്കാനാ? ചേച്ചിയുടെ ഒരു ദിവസം എപ്പോഴാ തുടങ്ങുന്നത്? രാവിലെ 4 മണിക്ക് തുടങ്ങും? അല്ല, പണ്ടൊക്കെ ഞാൻ 4 2:45 മണിക്കൊക്കെ അതിന് കാലത്ത് പറഞ്ഞത് 2:45 പിന്നെ 3:30 മണി വരെ എനിക്ക് പുഷ്പാർച്ചന അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് 4-4:15 പിന്നെ ട്രിവാൻഡ്രത്ത് ശിവക്ഷേത്രത്തിൽ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കത് കൊച്ചിയിൽ വന്നു. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ ഭയങ്കര മൈഗ്രെയിനും പ്രശ്നങ്ങളും ഒക്കെ ആയി. ഇപ്പൊ ഞാൻ നോർമലി 5 മണിക്ക് എഴുന്നേൽക്കും. കുളിയെല്ലാം കഴിഞ്ഞ് ഒരു 5:40 ആകുമ്പോൾ ഞാൻ ഇവിടെ അമ്പലത്തിൽ പോയി തൊഴുത് ഒരു അതിനുശേഷം വന്നിട്ട് അപ്പോഴേക്കും ഒരു 7:15 ആകുമ്പോൾ ശ്രീകുട്ടൻ ചിരിച്ചുകൊണ്ട് മോളിൽ നിന്ന് ഇറങ്ങി വരും. നീ അമ്പലത്തിൽ പോയോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങി വരും. വന്നു കഴിഞ്ഞിട്ട് ശ്രീകുട്ട ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചിട്ട് കുറേ നേരം ഇരിക്കും. കഴിഞ്ഞിട്ട് ലഞ്ചിന് എന്തെങ്കിലും ചിലപ്പം നമുക്ക് ടയേർഡായിട്ട് തോന്നുകയാണെങ്കിൽ ശ്രീകുട്ട നമുക്ക് പുറത്ത് പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. എവിടെയെങ്കിലും നമ്മൾ ഓടിച്ചു പോകും. എവിടെയെങ്കിലും ഓടിച്ചു. ചിലപ്പോൾ ഈ വീട്ടിലായിരിക്കും വന്നിരിക്കുന്നത്. നമ്മുടെ സ്വകാര്യ സംഗീതം. ആത്മവിശ്വാസത്തോടെ NCLEX RN പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ RN ക്ലാസ്സസ്.